നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ആയിരുന്നു അല്ലേ. ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ വരുന്ന ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇൻറ്റഗ്രൽ -∞ ടു 0 cos hx dx അല്ലേ. അപ്പോൾ ഇത് വരുന്നത് ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -∞ ടു b f of x dx ഇങ്ങനെയാണ് അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതിയിരുന്നത്, ലിമിറ്റ് അല്ലേ, ഇവിടെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് a ടെൻസ് ടു -∞ ഇൻറ്റഗ്രൽ a ടു b f of x dx ഇങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ f of xൻ്റെ പ്ലേസിൽ എന്താണ്, cos hx ആണ്. b എന്ന് പറഞ്ഞാൽ 0 അല്ലേ, ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -∞ ടു 0 f of x എന്ന് പറഞ്ഞാൽ cos hx dx വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻറ്റഗ്രൽ a ടു 0 cos hx dx എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് a ടെൻസ് ടു -∞. cos hxൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് വരുന്നത്, sin hx ആണ് അല്ലേ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. sin hx ആണ് വരിക വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് a ടു 0 എന്ന് എഴുതും. ഓക്കെ, എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് കൊടുക്കുക അല്ലേ. ലിമിറ്റ് a ടെൻസ് ടു -∞, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, sin h 0 അല്ലേ, sin h 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin h a എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് a ടെൻസ് ടു -∞, sin h 0 എന്താണ്, 0 തന്നെയാണ്. sin h എനെ നമുക്ക് എങ്ങനെ എഴുതാം, sin h എക്സിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താണ് sin h എക്സിനെ, എക്സ്പോണൻഷ്യലിൽ എഴുതാന്നുള്ളത് e റേസ് ടു x മൈനസ് e റേസ് ടു -x/2 അല്ലേ, ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, e റേസ് ടു x അല്ല, ഇവിടെ a ആണ്. അപ്പോൾ എന്ത് എഴുതാം, e റേസ് ടു a മൈനസ് e റേസ് ടു -a/2 എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ ഈ എക്കാണ് എന്ത് കൊടുക്കുന്നത്, ഇൻഫിനിറ്റി കൊടുക്കുന്നത്. എക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ e റേസ് ടു -∞, e റേസ് ടു -∞ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വാല്യൂ വരിക, അൺഡിഫൈൻഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുക അല്ലേ. അതായത് ഈ ഇൻറ്റഗ്രേഷന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇത് അൺഡിഫൈൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൽ എന്താണെന്ന് പറയാം, നമ്മൾ ഡൈവേർജ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ഡൈവേർജൻ്റ് ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനൊക്കെ നമുക്കൊരു ആൻസർ കിട്ടിയിരുന്നു, ഒരു വാല്യൂ കിട്ടിയിരുന്നു. വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലിമിറ്റ് കൺവേർജ് ചെയ്യുന്നു, കൺവേർജസ് ടു ദാറ്റ് പോയിന്റ് എന്ന് പറയാം അല്ലേ. ഇവിടെ ഇതിന് നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല, അൺഡിഫൈൻഡ് ആയിട്ട് പോകും. അതായത് ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്താണ്, ഡൈവേർജൻ്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഇത് ഡൈവേർജ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന് വാല്യൂ ഇല്ല, ഇതെന്താണ്, ഡൈവേർജൻ്റ് ആണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ഇൻറ്റഗ്രൽ -∞ ടു ∞ dx ഡിവൈഡഡ് ബൈ 1 + x² ഈസ് കൺവേർജൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്, രണ്ട് ലിമിറ്റും എന്താണ്, ഇൻഫൈനൈറ്റ് ആണ് അല്ലേ. അതായത് ഇൻ്റർവെൽസ് അൺബൗണ്ടഡ് ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് രണ്ടും ഇൻഫൈനൈറ്റ് ആവുന്ന കേസിൽ, നമ്മൾ ഒന്ന് ഇൻഫൈനൈറ്റ് ആവുന്ന കേസിൽ പറഞ്ഞു എങ്ങനെയായിരുന്നു, ഇവിടെ -∞ ടു b അല്ലേ, f of x dx ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ ചെയ്തു, ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻറ്റഗ്രൽ a ടു b f of x dx എന്ന് എഴുതി അല്ലേ. അതുപോലെ ഇൻറ്റഗ്രൽ a ടു ∞ f of x dx ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാറ്റിയത്, ലിമിറ്റ് b ടെൻസ് ടു ∞ ഇൻറ്റഗ്രൽ a ടു b f of x dx എന്ന് എഴുതി അല്ലേ. ഇവിടെ b ഫിക്സ് ചെയ്തിട്ടായിരുന്നു അല്ലേ, ഇവിടെ a ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. ഇനി ഫൈനലി നമ്മൾ എഫ് ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി നമ്മൾ എടുക്കുകയാണ്. എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഫോർ ഓൾ എ ലെസ് ദാൻ ബി. ദെൻ വി ക്യാൻ ഡിഫൈൻ ഇൻറ്റഗ്രൽ -∞ ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. -∞ ടു ∞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 + x² ആണ് ഇവിടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് അറിയോ, ഇൻറ്റഗ്രൽ -∞ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് 0 ആയിട്ട് നമ്മൾ ഇതിനെ മുറിച്ചെഴുതുകയാണ് അല്ലേ. -∞ മുതൽ 0 സ്പ്ലിറ്റ് ചെയ്തു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ദെൻ 0 ടു ∞. ഇത് ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ a ടു b, b ടു c എന്ന് പറഞ്ഞാൽ a ടു c എന്ന് എഴുതും. അതായത് -∞ ടു ∞ തന്നെയാണ് ഇത് വരിക. നമ്മൾ -∞ ടു 0 വരെ എഴുതി, ദെൻ 0 ടു ∞ വരെ എഴുതി. ഓക്കെ,
ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനറിയില്ല. ഇങ്ങനെ -∞ to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായിട്ട് മാറി? ഇതാ ഇങ്ങനെയായിട്ട് മാറി അല്ലേ, -∞ to b എന്നുള്ള ഈ രൂപത്തിലായി. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, 0 to ∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറി? ഇതാ 0 to ∞ പറഞ്ഞാൽ a2 അല്ലേ, ഇവിടെ 0 എന്നുള്ളത് ഫിക്സ്ഡ് അല്ലേ, അതായത് a എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, അത് ഫിക്സ് ചെയ്തു. b എന്ന് പറയുന്നത് ഇവിടെ 0, അത് ഫിക്സ് ചെയ്തു. അതായത് ഈ രണ്ട് രൂപത്തിലേക്ക് മാറി. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും അല്ലേ. അങ്ങനെയായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമുക്ക് ഇത് കൺവേർജൻ്റ് ആണ്, അതായത് ഇതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട അല്ലേ. ഇറ്റ് ഈസ് -∞ to 0 dx divided by 1 plus x square plus 0 to ∞ dx divided by 1 plus x square. ഇങ്ങനെ നമ്മളിതിനെ മാറ്റി എഴുതിയിട്ട് ഇതിനെ അല്ലേ ഇതിനെ ഈ രൂപത്തിലേക്കും കൊണ്ടുവരണം, ഇതിനെ ഈ രൂപത്തിലേക്കും കൊണ്ടുവരണം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ -∞ to 0 dx divided by 1 plus x square plus 0 to ∞ dx divided by 1 plus x square. ഇങ്ങനെ എഴുതാം അല്ലേ, ഇങ്ങനെ മാറ്റിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈക്വൽ ടു, ഇനി ഇത് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ -∞ to b എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻറ്റഗ്രൽ a to 0 dx divided by 1 plus x square പ്ലസ് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഇവിടെ a ആണ് ഫിക്സ്ഡ് അല്ലേ, അപ്പോൾ എങ്ങനെ എടുക്കണം നമ്മൾ? ലിമിറ്റ് b ടെൻസ് ടു ∞ ഇൻറ്റഗ്രൽ 0 to b dx divided by 1 plus x square. ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് a ടെൻസ് ടു -∞. ഇവിടെ നോക്ക് dx divided by 1 plus x square. ഇൻറ്റഗ്രൽ 1/1 plus x squareൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? 1/1 plus x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan inverse of x ആണ് അല്ലേ. ഈ ഇൻറ്റഗ്രൽസൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? tan inverse of x with upper and lower limit a to 0 അല്ലേ, പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ∞. ഇതും എന്താ വരിക? tan inverse of x അല്ലേ, വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് 0 to b. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലിമിറ്റ് അല്ലെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് a ടെൻസ് ടു -∞ tan inverse of 0 minus tan inverse of a പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ∞ tan inverse of b minus tan inverse of 0. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. ദാറ്റ് ഈസ് tan inverse of 0. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും വരുന്നത്? 0 തന്നെ ആയിരിക്കും. tan inverse of 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. മൈനസ് വീണ്ടും നമ്മൾ ലിമിറ്റ് a ടെൻസ് ടു -∞. ഇതിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഇവിടെ ഈ വേരിയബിളിന് എക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? -∞ എന്നാണ് കൊടുക്കുന്നത്. എക്ക് -∞. ദാറ്റ് ഈസ് tan inverse of -∞ അല്ലേ. tan inverse of a ഇങ്ങനെയാണ് വരുന്നത്. ലിമിറ്റ് a ടെൻസ് ടു -∞ tan inverse of a. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ അല്ലേ, ടാൻ നമുക്ക് ഇൻഫിനിറ്റി കിട്ടുന്നത് ഏത് ആംഗിളിലാണ്? ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നത് π/2. അപ്പോൾ നമ്മളിവിടെ -∞ കൊടുക്കുമ്പോൾ -π/2 അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ എന്താ വരിക? ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൂടാതെ tan inverse of -∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -π/2 അല്ലേ. ഏത് ആംഗിളിലാണ് ടാൻ അൺഡിഫൈൻഡ് ആവുന്നത്? തീറ്റ π/2 ആകുമ്പോഴാണ് അല്ലേ. പ്ലസ് അതുപോലെ ലിമിറ്റ് b ടെൻസ് ടു ∞. ഇവിടെ tan inverse of bയും കൂടെ ഉണ്ട് അല്ലേ. tan inverse of 0 എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ∞ tan inverse of b. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ടാൻ ഇൻഫൈനൈറ്റ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? തീറ്റ π/2 ആകുമ്പോൾ തന്നെ അല്ലേ. ഇവിടെ -π/2 ഇവിടെ π/2 എന്നുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവും π/2 എന്ന് വരും. പ്ലസ് ഇവിടെ വീണ്ടും എന്താ വരിക? ഇവിടെ നമ്മൾ tan inverse of ∞, ബീൻ്റെ പ്ലേസിൽ ബിക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ബിക്ക് ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ tan inverse of ∞ പറഞ്ഞാൽ വീണ്ടും π/2 എന്ന് വരും. ദാറ്റ് ഈസ് π/2 പ്ലസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π എന്ന് വരും അല്ലേ. ഈ π എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൈറ്റ് നമ്പറാണ് അല്ലേ. പൈൻ്റെ വാല്യൂ നമുക്കറിയാം ഫൈനൈറ്റ് നമ്പറാണ്. അതായത് ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൽ എന്താണെന്ന് പറയാം നമുക്ക്? ഡൈവേർജ് ചെയ്യണോ കൺവേർജ് ചെയ്യണോ? കൺവേർജൻ്റ് ആണ്. നമ്മളോട് അതന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അല്ലേ. അതുതന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്, π എന്നുള്ള ആൻസറാണ് കിട്ടിയത്. അതായത് ഇത് കൺവേർജൻ്റ് ആണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ഇൻറ്റഗ്രൽ 0 to ∞ e raised to -tx dx
where t is a constant, converges if t greater than 0 and diverges if t less than or equal to 0. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ്, ഇനി ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട്, അതൊക്കെ പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത്, ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എക്സ് അല്ലേ, e റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ടി ഗ്രേറ്റർ ദാൻ 0-ൽ കൺവേർജ് ചെയ്യുന്നു അല്ലേ, കൺവേർജസ് എന്നും, അതുപോലെ തന്നെ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0-ൽ ഡൈവേർജ് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഡൈവേർജസ് എന്നുള്ളതും കാണിക്കണം അല്ലേ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളൊക്കെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എ ഫിക്സ്ഡ് ആണ് അല്ലേ, ബി ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b e റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് ടി എക്സിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇ റൈസ് ടു മൈനസ് ടി എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ടി എന്ന് വരും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി എക്സ് ബൈ മൈനസ് ടി വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, ഇ റൈസ് ടു മൈനസ് ടി ബി, എന്താ വരിക മൈനസ് അല്ലേ, ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു 0 എന്ന് വരും, ഡിവൈഡഡ് ബൈ ഒരു മൈനസ് ടി ഉണ്ട് അല്ലേ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 എന്ന് വരും അല്ലേ, മൈനസ് ടി ഇൻറ്റു 0 എന്നാൽ ഇ റൈസ് ടു 0 എന്താണ് 1 ആണ്. ദാറ്റ് ഈസ് ആ 1 നമുക്ക് ആദ്യം എഴുതാം. 1, ഇവിടെ ഒരു നെഗറ്റീവ് 1 ആണ് വരിക, ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ സൈന് മാറും അല്ലേ, ദാറ്റ് ഈസ് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബി ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഇ റൈസ് ടു 0 എന്നുള്ളതായിരുന്നു അല്ലേ, ഇവിടെ നെഗറ്റീവ് ഇ റൈസ് ടു 0 എന്ന് വരിക, അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും, 1 മൈനസ് ഇതിന് നെഗറ്റീവ് വരും അല്ലേ, മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബി ഡിവൈഡ് ബൈ ടി എന്ന് വരും. ഇനി നമ്മൾ ലിമിറ്റ് ഏതിനാണ് കൊടുക്കുന്നത്, ഈ വാല്യൂവിന് അല്ലേ, കാരണം 1 നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ എന്താ വരിക, അത് തന്നെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുക ഈക്വൽ ടു, ഇവിടെ ഒരു 1/t ഉണ്ട്, അതിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, ദാറ്റ് ഈസ് 1/t ഇൻറ്റു, പിന്നെ ലിമിറ്റ് വരെ ഏതിനായിരിക്കും, 1 മൈനസ് ഇതിനായിരിക്കും, ഇത്രയും ടേമിനായിരിക്കും അല്ലേ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി എന്ന് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ 1/t നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, 1ൻ്റെ ലിമിറ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ലിമിറ്റ് അത് തന്നെയാണ് 1 മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിലാണ് ബി വരുന്നത്, അപ്പോൾ അതിന് ലിമിറ്റ് കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതും നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി, ഇതിൻ്റെ വാല്യൂ ഒന്ന് നോക്കും നിങ്ങൾ. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി, ഇതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടീൻ്റെ വാല്യൂ, അതായത് ഇത് ശരിക്കും എന്താണ്, ഇ റൈസ് ടു മൈനസ് ടി ബി പറഞ്ഞാൽ 1/ഇ റൈസ് ടു ടി ബി എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ 0-നേക്കാളും വലിയ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെന്തായിരിക്കും വരിക, അതായത് 1, 2, 3 എക്സെട്ര വാല്യൂസൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ 0 എന്ന് വരും. 1/∞ എന്നുള്ള ഫോമിൽ വരുമ്പോൾ 0 എന്ന് വരും അല്ലേ. അതായത് ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും എപ്പോൾ, ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0, ടീൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ അല്ലേ. ദെൻ ടി നെഗറ്റീവ് ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക, ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. നമ്മൾ നേരിട്ടിട്ട് കൊടുക്കുകയാണ് അല്ലേ. ടി ലെസ് ദാൻ 0 ആകുമ്പോൾ ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് വേണ്ടിയിരുന്നത് ടി പോസിറ്റീവ് ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്നു, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ടി പോസിറ്റീവ് ആകുമ്പോൾ അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 0 ആണെന്നും ലെസ് ദാൻ 0 ആകുമ്പോൾ അൺഡിഫൈൻഡ് ആണ്. അതായത് ഇത് കൺവേർജ് ചെയ്യുന്നു, ആൻസർ ഉണ്ട് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുകയാണെന്നും ഇത് ഇൻഫിനിറ്റി ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുകയാണെന്നും. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്, ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടല്ലേ, അതായത്
ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇത് കൺവേർജ് ചെയ്യുകയാണോ ഡൈവേർജ് ചെയ്യുകയാണോ എന്നുള്ളതും കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസറായി അല്ലേ. അപ്പോൾ കൺവേർജ് ചെയ്യാണ് ടി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ഇതെന്ന് പറയാം, ഡൈവേർജ് ചെയ്യാണ് ടി ലെസ് ദാൻ 0 എന്നുള്ളത് ഇതെന്ന് പറയാം. ദെൻ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഡൈവേർജ് ചെയ്യാൻ തന്നെ കിട്ടണം അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായിരിക്കും ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വരിക ടി ഈക്വൽ ടു 0 ആകുമ്പോൾ? അപ്പോൾ ഇനി നമുക്ക് ഒരു കേസും കൂടെ കിട്ടിയാൽ മതി അല്ലേ. ടി 0 ആകുന്ന കേസിൽ ടി 0 ആകുമ്പോൾ ഈ ഇൻറ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും വരുന്നത്? ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ആദ്യം ഇതിനെ മാറ്റി എഴുതുക അല്ലേ. എങ്ങനെ വരും? ലിമിറ്റ് ഇവിടെ ബി ആണ് വരുന്നത് അല്ലേ. ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 ടു ബി e റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ടിക്ക് എന്താ കൊടുക്കുന്നത്? 0 അല്ലേ. അപ്പോൾ എന്താ വരിക? ഇൻറ്റഗ്രൽ 0 ടു ബി ഇ റൈസ് ടു മൈനസ് 0 ഇൻറ്റു എക്സ് ഡി എക്സ്. ഇ റൈസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് തന്നെ വരും അല്ലേ. ദാറ്റ് ഈസ് ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 ടു ബി 1 ഡി എക്സ് എന്ന് വരും. 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് അല്ലേ. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് എന്നാണ് വരിക അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഇത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് 0 ടു ബി എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി എന്നാണ് വരിക. ബിക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റി കൊടുത്താൽ എന്താ വരിക? ഇൻഫിനിറ്റി എന്നാണ് വരിക. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഡൈവേർജൻ്റ് ആണ് അല്ലേ. ഡൈവേർജസ് വെൻ ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എല്ലാ കണ്ടീഷനും ആയില്ലേ അല്ലേ. ടി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വാല്യൂ, അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഇ റൈസ് ടു ടി ബി എന്നാണ് ഇത് അല്ലേ. ഇതിന് നമ്മൾ ടി പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ടിക്ക് പോസിറ്റീവ് വാല്യൂ ബി ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് എന്തായിട്ടാണ് വരിക? 0 ആയിട്ടാണ് വരിക. 1 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിട്ടാണ് പോവുക അല്ലേ. അതുപോലെ നെക്സ്റ്റ് ടി ലെസ് ദാൻ 0 ആകുമ്പോൾ ഈ വാല്യൂ എന്തായിട്ടാണ് വരിക? ഇൻഫൈനൈറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ടീൻ്റെ വാല്യൂ ലെസ് ദാൻ ആകുമ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ടാണ് വരിക. കാരണം ഇവിടെ ലെസ് ദാൻ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്. ടീക്ക് വീണ്ടും നമ്മൾ നെഗറ്റീവ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇത് പോസിറ്റീവായിട്ട് മുകളിൽ നിൽക്കുകയാണ് ചെയ്യുക അല്ലേ. മൈനസ് ടി ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ 2b. അപ്പോൾ ഇതിന് ഡയറക്റ്റായിട്ട് നമ്മൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെ വരിക? ഇ റൈസ് ടു ഇൻഫിനിറ്റി തന്നെയാണ് വരിക അല്ലേ. നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നത് വെച്ചാൽ ഇത് 1/∞ എന്നുള്ള രീതിയിൽ വന്നിട്ട് 0 ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് കേസ്, അതായത് കൺവേർജസ്, ഇതിൻ്റെ വാല്യൂ കൺവേർജസ് വൺ ടി ഗ്രേറ്റർ ദാൻ 0ലും കിട്ടും ലെസ് ദാൻ 0ലും ഇതൊന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഈക്വൽ ടു 0ലും നമുക്കറിയില്ല. അപ്പോൾ ഈക്വൽ ടു 0ലും കൂടെ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫിനിറ്റി എന്ന് കിട്ടിയത്. അതായത് ഈക്വൽ ടു 0ലും ഇത് എന്താണെന്ന് പറയാൻ നമുക്ക് ഡൈവേർജ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ കൺവേർജൻസിലൊക്കെ ഇനി ടെസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ റിസൾട്ടും ആവശ്യമാണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റൈസ് ടു പി ഡി എക്സ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻറ്റഗ്രൽ വാല്യൂ. വേർ പി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ. കൺവേർജ് ചെയ്യും ഇതിൻ്റെ വാല്യൂ, ഈ ഇൻറ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യും എപ്പോൾ? കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1. ഈ പിൻ്റെ വാല്യൂ 1ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൽ കൺവേർജ് ചെയ്യുന്നു. ഡൈവേർജസ് എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക? പിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ. അപ്പോൾ ഇത് മാറിപ്പോവരുത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? എക്സ്പോണൻഷ്യൽ പറഞ്ഞിരുന്നത് 0നെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. ടി ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും ആകുമ്പോഴായിരുന്നു. ഇവിടെ 1/x റൈസ് ടു പി എന്നുള്ളതിൽ ഈ പിൻ്റെ വാല്യൂ 1ന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിന് ഒരു വാല്യൂ ഉണ്ടാവും. അതായത് ഇത് കൺവേർജ് ചെയ്യുന്നു. അതുപോലെ പിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കേസിൽ ഈ ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. അതായത് ഇത് ഡൈവേർജ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് കാണിക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ദാറ്റ് ഈസ് നമുക്കറിയാവുന്ന രീതിയിൽ ഇതിനെ തുടങ്ങാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റൈസ് ടു പി ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് ഇവിടെ എ ഫിക്സ്ഡ് ആണ്, ബി നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എ ടു ബി 1/x റൈസ് ടു പി ഡി എക്സ് അല്ലേ. ഇങ്ങനെ മാറ്റി എഴുതാൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി
ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. 1/x⁻p എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻p ആണ്. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? x⁻p + 1 ഡിവൈഡഡ് ബൈ -p + 1 വരും അല്ലേ. അതവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് x⁻p + 1 ഡിവൈഡഡ് ബൈ -p + 1 വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് a to b എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? എക്സിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് അല്ലേ. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ b⁻p + 1 എന്ന് പറഞ്ഞാൽ 1 - p അല്ലേ, -a⁻1 - p ഡിവൈഡഡ് ബൈ 1 - p അല്ലേ. -p + 1 എന്ന് പറഞ്ഞാൽ 1 - p എന്ന് വരും. ഓക്കെ, ഇത്രയും കൊടുത്തു. അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഇവിടെ ഒരിക്കലും p 1 ആവരുത് അല്ലേ. 1 ആയി കഴിഞ്ഞാൽ ഇത് അൺഡിഫൈൻഡ് ആയിട്ട് പോകും. ദെൻ ഈ 1/1 - p ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ. ദിസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b⁻1 - p -a⁻1 - p. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് ഏതിന് മാത്രമേ ഉള്ളൂ ഉണ്ടാവുക? ബിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് ഉണ്ടാവില്ല. ഇതിന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും വരിക? അത് തന്നെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗത്തിന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. ഇതിന് ലിമിറ്റ് ഉണ്ടാവില്ല. കാരണം ഇതിലാണ് ബി വരുന്നത്. ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1/1 - p ലിമിറ്റ്സ് b ടെൻസ് ടു ഇൻഫിനിറ്റി b⁻1 - p -a⁻1 - p എന്ന് വരും അല്ലേ. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയായിരിക്കും? അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ബട്ട് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b⁻1 - p ഇതിൻ്റെ വാല്യൂ എങ്ങനെയൊക്കെ വരാം? ഇവിടെ പിക്ക് നിങ്ങൾ 1ന് മുകളിൽ വരുന്നൊരു വാല്യൂ ആണ് കൊടുക്കുന്നത് വിചാരിച്ചു. അതായത് ഇഫ് p > 1 p 1ന് മുകളിലുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 1 - 2 എന്നോ. അപ്പോൾ ഞാൻ p 2 കൊടുത്തു കഴിഞ്ഞാൽ 1 - 2 എന്ന് വരില്ലേ. ദാറ്റ് ഈസ് 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? b⁻1 - 2 എന്ന് പറഞ്ഞാൽ b⁻1 ദാറ്റ് ഈസ് 1/b എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഞാൻ ഈ 1/bക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1/b എന്ന് പറഞ്ഞാൽ 1/∞ എന്നാണ് വരിക. 1/∞ പറഞ്ഞാൽ എന്തായിട്ട് പോകും? 0 ആയി പോകും അല്ലേ. 0 ആയി പോകും. അതായത് ഇതിന് കിട്ടുന്ന വാല്യൂ എന്താണ്? 0 ആണ്. ഇനിയിപ്പോൾ p നിങ്ങൾ വേറൊരു വാല്യൂ 3യോ ഏതെങ്കിലുമാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഞാൻ p = 3 എന്ന് കൊടുത്തു. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി p⁻1 - 3 എന്ന് വരും അല്ലേ. 1 - pൻ്റെ പ്ലേസിൽ എന്താ കൊടുത്തത്? 3. ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b⁻2 എന്ന് വരും. b⁻2 എന്ന് പറഞ്ഞാൽ 1/b² എന്ന് വരും. അപ്പോൾ വീണ്ടും ഞാൻ എന്താ ഈ ഇൻഫിനിറ്റി കൊടുക്കുന്നത് ഏതിനാണ്? ബിക്കാണ്. അപ്പോൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ പറഞ്ഞാൽ 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ പിക്ക് 1ന് മുകളിലുള്ള ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ആൻസർ എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത് അല്ലേ. 0 കിട്ടുന്നു പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്നു, അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. ഇനിയല്ല, ഞാൻ ഇഫ് p <1 ആണ്, 1നേക്കാളും താഴെ വരുന്ന ഒരു നമ്പറാണ് കൊടുത്തത്. അതായത് p ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു -1 കൊടുത്തു അല്ലേ. -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇഫ് p = -1 ദെൻ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b⁻1 - -1 എന്നാണ് വരിക. 1 - -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 + 1 ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി b² എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഇതിന് ഡയറക്റ്റായിട്ട് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇൻഫിനിറ്റി. അങ്ങനെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇത് ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? p <1 ആവുന്ന കേസിൽ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. അതായത് ഇത് ഡൈവേർജിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രലും എന്ത് പറയാം? p > 1ൽ കൺവേർജ് ചെയ്യാണ്, <1ൽ ഡൈവേർജ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു <= 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി p = 1ൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതുകൊണ്ട് നമ്മൾ കണ്ടെത്തണം അല്ലേ. p = 1ൽ ഇൻഫിനിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? p = 1ലും ഡൈവേർജ് ചെയ്യാണ്, <1ലും ഡൈവേർജ് ചെയ്യാണ്, <1ൽ കൺവേർജ് ചെയ്യാണ്. p = 1ൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നോക്കാം. ഇഫ് p = 1 അല്ലേ. p = 1 ആകുമ്പോൾ ഇൻ്റഗ്രൽ a to ∞ 1/x⁻p dx ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a to b 1/x⁻p dx. അപ്പോൾ നമുക്ക് p 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? പിൻ്റെ പ്ലേസിൽ 1 ആയിട്ട് മാറില്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി
ഇൻ്റഗ്രൽ എ ടു ബി 1/x dx എന്ന് വരും. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരുന്നത്? ലോഗാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് എന്ന് വരും. ഇത് അപ്പുറം ലോവർ ലിമിറ്റ് എ ടു ബി എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി മൈനസ് ലോഗ് എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്? ലോഗ് ബി മൈനസ് ലോഗ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ലോഗ് ഇൻഫൈനൈറ്റ് എന്നാണ് വരിക അല്ലേ. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അൺഡിഫൈൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഈക്വൽ ടു 1 ഇത് അൺഡിഫൈൻഡ് ആണ്. അൺഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇത് ഡൈവേർജ് ചെയ്യാണ് അല്ലേ, ഡൈവേർജൻ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? പി ഗ്രേറ്റർ ദാൻ 1 ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കൺവേർജ് ചെയ്യുകയാണ്, അതായത് ഇതിനൊരു വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ പി ലെസ് ദാൻ 1 ഡൈവേർജ് ചെയ്യുകയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കൂടെ ഡൈവേർജ് ചെയ്യുകയാണെന്ന് പറയും. ഓക്കെ, ഈ റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ തന്നു കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ്. ഇപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ എന്തായാലും 2 എണ്ണം വേണമല്ലോ അല്ലേ. അതുകൊണ്ട് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ് സച്ച് ദാറ്റ് ഫസ്റ്റ് കണ്ടീഷൻ, അതായത് നമുക്ക് ഈ കണ്ടീഷൻസൊക്കെ നിങ്ങൾ ആദ്യം ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എഫും ജിയും 2 ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവണം. ഓക്കെ, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവണം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എ. അതുപോലെ ഇൻ്റഗ്രൽ എ ടു ബി, ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ഈ 2 കണ്ടീഷനും ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ സോ അതുകൊണ്ട് തന്നെ ഇതും കൺവേർജൻ്റ് ആണെന്ന് പറയും. ജി കൺവേർജൻ്റ്, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെന്നുണ്ടെങ്കിൽ, ജി കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ എഫും കൺവേർജൻ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. നമുക്ക് 2 ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ പ്രോപ്പർട്ടി ഉണ്ട്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സും ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജി കൺവേർജൻ്റ് ആണ്, ജി നമുക്ക് അറിയുന്ന ഒരു ഫംഗ്ഷനാണ്, അത് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? എഫും കൺവേർജൻ്റ് ആയിരിക്കും. അതായത് അതാണ് കമ്പാരിസൺ ടെസ്റ്റ്. ഇതിൻ്റെയാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ കൂടെ ഇത് നമുക്കറിയാമെങ്കിൽ, ഇത് കൺവേർജ് ചെയ്യുന്നു എന്നറിയാമെങ്കിൽ ഇതിൻ്റെ കൺവേർജൻറ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇതും കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇഫ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജൻറ്റ്. ഇത് കൺവേർജൻറ്റിൻ്റെ കേസിൽ ഇത് കൺവേർജ് ചെയ്യുമെങ്കിൽ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കഴിഞ്ഞ് ഇതിന് ശേഷം ഈ എഴുതിയത് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതും കൺവേർജ് ചെയ്യുന്നതാണ്. പക്ഷേ ഡൈവേർജൻറ്റിൻ്റെ കേസ് എന്താ പറയുന്നത്? ഇത് ഡൈവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോവരുത്. ഇപ്പോൾ ഇത് നമ്മൾ എഴുതിയത് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ടൈപ്പാണ്, ദാറ്റ് ഈസ് എ ടു ഇൻഫിനിറ്റി എന്നാണ്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു ബി അങ്ങനെ വരുന്ന കേസിലും ഇത് തന്നെയാണ് സെയിം റിസൾട്ട് കേട്ടോ. അതായത് ഇഫ് മൈനസ് ഇൻഫിനിറ്റി ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് ഈസ് കൺവേർജൻറ്റ്, സോ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ആൻഡ് ഇഫ് മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഡൈവേർജൻറ്റ്, സോ ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് ഈ സിമിലർ പ്രോപ്പർട്ടി തന്നെ മറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ടൈപ്പിനും എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും അല്ലേ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് ദി ഇൻ്റഗ്രൽ 0 to infinity dx divided by e raised to x plus 1. അപ്പോൾ നമുക്ക് ഇതിനെ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ളത് കണ്ടെത്തണം അല്ലേ. അതായത് ഇത് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാതെ നമ്മളിതിനെ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഇത് കൺവേർജ് ചെയ്യാനോ ഡൈവേർജ് ചെയ്യാനോ എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ താഴെ വരുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് പ്ലസ് 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇ റേസ് ടു എക്സിനേക്കാൾ അല്ലേ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ ബൈ എന്ന് എഴുതുകയാണ്. അതായത് 1 ഇ റേസ് ടു എക്സ് പ്ലസ് 1 അപ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇ റേസ് ടു എക്സ് ആയിരിക്കും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു മൈനസ് എക്സ്. 1 ഇ റേസ് ടു എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ എനിക്കിവിടെ എന്താ കിട്ടിയത്? ഇ റേസ് ടു എക്സ് പ്ലസ് 1
വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടി. അതായത് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിൽ പറഞ്ഞിരുന്ന പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഈ കണ്ടീഷൻ ഇത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതുമാണെങ്കിൽ ഇതിൻ്റെ മോഡുലസ് വാല്യൂ കൊടുക്കാൻ വേണമെങ്കിൽ മോഡുലസ് എടുത്താലും ഇല്ലെങ്കിലും ഇതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ. മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, കൺവേർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുമെങ്കിൽ അല്ലേ, അതായത് ഈ ജി രണ്ടാമത്തത് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതും ഓൾറെഡി കൺവേർജ് ചെയ്യും. ഇത് ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഡൈവേർജ് ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ അല്ലേ, പ്രോബ്ലംസ് പറഞ്ഞപ്പോൾ ചെയ്തിരുന്നു. ഇ റൈസ് ടു 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു പി വരുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത് കൺവേർജ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രലാണ് വെൻ ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഡൈവേർജ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ വരുന്നത്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് അല്ലേ. ഇതിന് ഇൻ്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ്. ഇവിടെ ടി എന്താണ്, ടീൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. ടി 1 ആയതുകൊണ്ടാണ് അത് അവിടെ കാണാത്തത് അല്ലേ. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്താണത്, കൺവേർജ് ചെയ്യുകയാണെന്നുള്ളത് അറിയാം. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് അതായിരുന്നു നമ്മളെ കണ്ടീഷൻ അല്ലേ. അതായത് ഈ രണ്ടാമത്തതിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് കൺവേർജസ്. ബിക്കോസ് നമ്മൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞു ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 1 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ആവുന്ന കേസിൽ ഇത് കൺവേർജ് ചെയ്യുന്നുള്ളത്. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യാണ്. ഇത് കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതും കൺവേർജ് ചെയ്യാണെന്ന് പറയാൻ പറ്റുന്നതാണ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ. ജി കൺവേർജ് ചെയ്യുന്നെങ്കിൽ എഫും കൺവേർജ് ചെയ്യുന്നു. എഫ് എന്താണ്, എഫ് ആണ് ഇത് അല്ലേ. ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് 1 ഇറ്റ്സ് ഓൾസോ കൺവേർജസ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഈക്വൽ ടു എന്ന് പറഞ്ഞ് അല്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ ഇത് കൺവേർജ് ചെയ്യുന്ന ഒരു ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തത്, കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിന് 1 ഇ റൈസ് ടു എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം ഇ റൈസ് ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം ഇ റൈസ് ടു എക്സിനേക്കാളും വലിയ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അത് ഇനീക്വാലിറ്റി ചേഞ്ച് വരും അല്ലേ. 1 ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ഇത് നമ്മൾ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ജി കൺവേർജ് ചെയ്യുമെങ്കിൽ എഫും കൺവേർജ് ചെയ്യും അല്ലേ. ജീൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതും കൺവേർജ് ചെയ്യുന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് ഇത് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ വാല്യൂ ടി ഈക്വൽ ടു 1 ആണ്. ഇവിടെ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്താണ്, അതായത് ടി ഈക്വൽ ടു 1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് അതിൽ കൺവേർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതും കൺവേർജ് ചെയ്യുകയാണെന്ന് പറയാൻ പറ്റും. അതായത് ഇതെന്താണ്, കൺവേർജസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതും അതുപോലെ കൺവേർജ് ചെയ്യാണോ ഡൈവേർജ് ചെയ്യാണോ എന്നുള്ളത് കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 1/log x എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് നമുക്കറിയാമല്ലോ log x ഓൾവേസ് ലെസ് ദാൻ എക്സ് ആണ് അല്ലേ. നമ്മൾ എക്സിന് ഇപ്പോൾ ഒരു 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ log 2 അതെന്തായാലും അതിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇത് വരുള്ളൂ കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കാരണം നമുക്ക് ഇവിടെ കൊടുക്കുന്നത് 2 മുതൽ അങ്ങോട്ടാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്തായിരിക്കും, log x ഓൾവേസ് ലെസ് ദാൻ എക്സ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1/log x അല്ലേ. 1/log x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/x ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, 1/x ലെസ് ദാൻ 1/log x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ കിട്ടില്ലേ. ഇനി നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിൽ പറഞ്ഞിരുന്നു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൺവേർജ് ചെയ്യും, അല്ല ഇത് ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നത് log എക്സിൻ്റെ ഒന്നും നമുക്കറിയില്ല, പക്ഷെ 1/x കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു 1/x റൈസ് ടു പി അല്ലേ. അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റൈസ് ടു പി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പി ഗ്രേറ്റർ ദാൻ 1 ഇത് കൺവേർജ് ചെയ്യുന്നു, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് ഡൈവേർജ് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം 1/xനെ അല്ലേ. നമ്മൾ പറഞ്ഞത് ജി കൺവേർജ് ചെയ്യുമെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്നതാണ്, പക്ഷേ ജീൻ്റെ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ എഫ്, അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/x ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സ് ഡൈവേർജ് ചെയ്യുന്നതും കൺവേർജ് ചെയ്യുന്ന ഒരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ, പീൻ്റെ വാല്യൂ അല്ലേ, ഇവിടെ എന്താണ് പി ഈക്വൽ ടു എന്താണ് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു പിയിൽ പി എന്താണ് അവിടെ, പി 1 ആയതുകൊണ്ടാണ് നമ്മളത് എഴുതാത്തത്. അപ്പോൾ 1/x ആണത് അല്ലേ. അതായത് പി 1 ഇതെന്താണ്, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജ് ചെയ്യുകയാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതായത് ഇതെന്താണെന്ന് കിട്ടിയപ്പോൾ ഡൈവേർജ് ചെയ്യാന്ന് കിട്ടി, ഇത് ഡൈവേർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി എന്തായിരിക്കും ഡൈവേർജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എന്നാണ്. ഇവിടെ എൻ്റെ പ്ലേസിൽ എന്താണ് 2 എന്നുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് 2 to ഇൻഫിനിറ്റി. ആ എ എന്തും ആവാം അല്ലേ. എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു വാല്യൂ ആണെന്നുള്ളത്. അപ്പോൾ 2 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x dx എന്ന് പറയുന്നത് ഡൈവേർജസ്. ഇത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ, ഇത് ഡൈവേർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും ഡൈവേർജ് ചെയ്യായിരിക്കും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 2 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/log x dx ഈസ് ഓൾസോ ഡൈവേർജസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1/x റേസ് ടു പിൻ്റെതും 1/e റേസ് ടു മൈനസ് ടി എക്സിൻ്റെ 2 പ്രോബ്ലം നിങ്ങൾ ഓർത്തിരിക്കുക. എവിടെയൊക്കെ കൺവേർജ് ചെയ്യും, എവിടെയൊക്കെ ഡൈവേർജ് ചെയ്യും. ആ പ്രോബ്ലം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും കമ്പാരിസൺ ടെസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും.